ഹലോ, അസ്സാം വലൈക്കും. നമ്മുടെ ഇന്ന് യാത്രയുടെ 27ാമത്തെ ദിവസമാണ്. കൊൽക്കട്ടയിൽ നിന്ന് വർദ്ധമാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 105 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. അജിത്തെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ആരും വരുന്നില്ല ഇവിടെ ഓർഡർ എടുക്കാൻ, എന്താണെന്നറിയില്ല. 40 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി ഒരു 66 കിലോമീറ്ററും കൂടെ ഉണ്ട്. വഴിയിൽ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയാൽ ഇനി ഇതുപോലത്തെ കിട്ടണമെന്നില്ല. വളരെ റയറായിട്ടേ നമുക്ക് ഹോട്ടൽസ് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 1 മണിയാകുമ്പോഴേക്ക്, 12 മണി 1 മണിയാകുമ്പോഴേക്ക് വർദ്ധമാനിലെത്തണം. എൻ്റെ സൈക്കിൾ റിപ്പയറിങ് നടന്നില്ല ഇന്നലെ. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കണം എവിടെയാണ്. എന്തായാലും 2 ദിവസം കൊൽക്കട്ടയിൽ അടിച്ചു പൊളിച്ചു. കൊൽക്കട്ടയിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. കൽക്കട്ടയിൽ നിന്ന് യാത്ര ആരംഭിച്ച് നമ്മൾ നേരെ ചെന്ന് കയറിയത് ഹൈവേയിലായി പോയി. നോക്കുമ്പോൾ ഹൈവേയിൽ 2 വീലേഴ്സ് അലൗഡ് അല്ല. നമ്മൾ അതിൽ കയറിപ്പോയി. പിന്നെ ഇറങ്ങാൻ ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ ഒരുപാട് റൈഡ് ചെയ്ത് അവസാനം എൻഡിൽ വെച്ചിട്ടൊരു ടോൾ പ്ലാസ കണ്ടു. അവിടുന്ന് സർവീസ് റോഡിലേക്ക് കയറി വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ പോയി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ബസ്സൊക്കെ, ലോങ് റൂട്ട് ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ചെറിയൊരു സിറ്റിയാണ്. അവിടെ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്തു, റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ഈ പുള്ളിക്ക് നമ്മുടെ സൈക്കിൾ ഓടിക്കണമെന്ന്. എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി സൈക്കിൾ, നമ്മുടെ സൈക്കിൾ എടുത്ത് ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്നു. നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ബർദ്വാനില് ഏകദേശം ഒരു 2 മണി 2:30 ആകുമ്പോഴേക്ക് നമ്മൾ ബർദ്വാനിലെത്തി. അന്ന് രാത്രി ബർദ്വാൻ ഒന്ന് കാണാൻ വേണ്ടി, ചെറിയൊരു ടൗൺ ആണ്, അവിടെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗണേശോത്സവത്തിന്റെ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഞാനിപ്പോൾ ബൈക്കിൽ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഫിക്സ് ചെയ്തു, അവരോട് യാത്ര പറഞ്ഞു. നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഏകദേശം ഒരു 10 കിലോമീറ്റർ പോയപ്പോൾ തന്നെ വീണ്ടും പോസ്റ്റായി. അവിടെ ഒരു മൊബൈൽ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പിൽ ഇരുന്ന് ഏകദേശം 9 മണി മുതൽ 2:30 വരെ അവിടെ പോസ്റ്റായി. ഇപ്പോൾ കണ്ടത് ചിക്കൻ ഷോപ്പാണ്. അവിടുത്തെ ചെറിയ ചിക്കൻ ഷോപ്പാണ്. ഇത് അവിടുത്തെ ഒരു ടീ ഷോപ്പാണ്. അവിടെ ചെറിയ മൺകപ്പിലാണ് നമുക്ക് ചായ തരിക. നല്ല രസമുള്ള ചായ ആയിരുന്നു. അതൊക്കെ കുടിച്ചു. ഇങ്ങനെ വീണ്ടും 2:30 വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ യാത്രയുടെ 28ാമത്തെ ദിവസമാണ്. ഇന്നൊന്നും നടന്നില്ല സത്യം. രാവിലെ 8:30 ഇറങ്ങിയതാണ്. പക്ഷേ 1-2 ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ലോക്കായിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയുണ്ട് 86 കിലോമീറ്റർ. ഇപ്പോൾ ഉച്ചയ്ക്ക് 2:35. രാവിലെ 8:30 ഇറങ്ങിയതാണ്. 10 കിലോമീറ്ററേ കവർ ചെയ്തിട്ടുള്ളൂ. ടെക്നിക്കൽ ഇഷ്യൂ കാരണം പോസ്റ്റല്ല. അപ്പോൾ ഇന്നിനി എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കൂടണം. ഈ യാത്രയിൽ ആദ്യത്തെ ടെൻ്റ് അടിയാണിന്ന്. എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും, ഇന്ന് അവിടെ സ്റ്റേ ആക്കും. അപ്പോൾ സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. നാളെ ഏകദേശം 200 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്യണം. ഇന്നത്തേയും കൂടി കൂട്ടിയിട്ട് നാളെ യാത്ര ചെയ്യണം.
പോകുന്നു. ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മേത്തുമ്മൽ കിടന്നുറങ്ങും. ഇവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. ഇവർ കാലിക്കറ്റിൽ മലപ്പുറത്തൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. കുറച്ച് മലയാളം അറിയാം.